ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകരെല്ലാവരും ടോപ്പ് സിംഗർ തുടങ്ങാറാകുമ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഒത്തിരി നല്ല നല്ല പാട്ടുകൾ കേൾക്കാനും ഇവിടുത്തെ ഒരുപാട് വിശേഷങ്ങളൊക്കെ അറിയാനും ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപാട് നല്ല പാട്ടുകളുമായിട്ടാണ് ടോപ്പ് സിംഗർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് എം ജെ അങ്കിൾ. വെൽക്കം. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം. തുടങ്ങാം നമുക്ക്. തിരുവനന്തപുരത്തിന്റെ മെയിൻ വേര് എത്താൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ അമൃതക്കുട്ടി ഓൺ സ്റ്റേജ്. മെലഡി റൗണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. അല്ല, സുപ്രഭാതം. ഹൗ ആർ യു? ഐ എം ഫൈൻ. കണ്ടോ, ഞങ്ങൾ ഒരേ കളറാണല്ലോ. കളറാ. മിനിറ്റിടെ കുറച്ച് ഡാർക്കാന്നേ ഉള്ളൂ. അതെ. എന്തേ തിരുവനന്തപുരം ഒന്നും മിണ്ടാത്തേ? എന്തുപറ്റി? തിരുവനന്തപുരത്തിന് ഒരു മിണ്ടാട്ടമില്ലല്ലോ. ഞാൻ ഈ പാട്ടിന്റെ ലോകത്തായി. എന്തായിരുന്നു അത്? പാട്ട് ഉണർന്ന് കേൾക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അയ്യോ, എന്നാ വേഗം ഏത് പാട്ടാന്ന് പറഞ്ഞോടാ. പാട്ടുണർന്നുവോ കാതിൽ തേൻ നിറഞ്ഞു. പാവം, അത് ഉണർന്നിരിക്കുക. ഓഫല്ല. ഓക്കെ. പാട്ടുണർന്നുവോ കാതിൽ മധു നിറഞ്ഞുവോ. തേനിന് പകരം ഇപ്പൊ ഈ പാട്ടിലുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എണിച്ചു പോകും. പക്ഷെ ഇല്ല, അവിടെ തന്നെ ഇരുന്നു. അനുമാനം തേനാക്കി. തിരുവനന്തപുരം കലക്ക്. ഓക്കെ. പാട്ടുണർന്നുവോ കാതിൽ തേൻ നിറഞ്ഞുവോ ആരോ ഏറ്റുപാടിടും രാഗം അനുരാഗം. പാട്ടുണർന്നുവോ കാതിൽ തേൻ നിറഞ്ഞുവോ ആരോ ഏറ്റുപാടിടും രാഗം അനുരാഗം.
വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. താങ്ക് യു. ഞാൻ ഒരിക്കലേ ഈ ഭയങ്കര മഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ. മൊത്തം ഇടി മിന്നലും അപകടം എല്ലാം ഉണ്ട്. അപ്പൊ അതിനിടയിലാണ് ഞാനൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം. അപ്പൊ ചെന്നൈയിലാണ് ഇറങ്ങേണ്ടത്. ചെന്നൈ എയർപോർട്ടിന്റെ ആ ഒരു റൺവേയുടെ അടുത്തൂടെ ഇങ്ങനെ പോകുന്നുണ്ടേ. അപ്പൊ നമ്മളിപ്പോ എത്തും എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ടർബുലൻസ് ഉള്ള സമയമാണ്. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് കിടുങ്ങി ടർബുലൻസിൽ. എന്നിട്ട് വന്നിട്ട് ഇപ്പൊ ലാൻഡ് ചെയ്യും. അല്ലെങ്കിൽ തന്നെ തിരുവനന്തപുരം തൊട്ട് ചെന്നൈ വരെ 1.5 മണിക്കൂറേ എടുക്കുള്ളൂ ഫ്ലൈറ്റ്. പക്ഷെ ഇത് 1.25 മണിക്കൂറായിട്ടാണ് നമ്മളിങ്ങനെ നിക്കണം. പിന്നെയും പോകും. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഹോർ ചെയ്ത് പിന്നെയും ലാൻഡ് ചെയ്യാൻ നോക്കും. പിന്നെയും പോകും. അങ്ങനെ പോയി അവസാനം ബാംഗ്ലൂരിൽ കൊണ്ടുപോയി അവിടെ ലാൻഡ് ചെയ്ത്. അങ്ങനെ ഒരു ഓർമ്മ. ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യമാണ്. അതൊരു ഫ്ലഡ് ഒക്കെ വന്ന സമയത്താണോ? മദ്രാസിൽ ഫ്ലഡ് ഒക്കെ വന്ന സമയത്ത്? അങ്ങനെ ഒരു സമയത്താണ്. എയർപോർട്ടൊക്കെ കൂട്ടി. ആ സമയത്ത് ഞാൻ എയർപോർട്ടിലുണ്ട് ചേട്ടാ. ആ സമയത്ത് ഫ്ലൈറ്റിൽ ഞാൻ മദ്രാസ് എയർപോർട്ടിൽ കുടുങ്ങി കിടക്കുക. അപ്പൊ ആ സമയത്ത് ഞാൻ ഫ്ലൈറ്റിലുണ്ട്. ഒരാൾ ആകാശത്തും മറ്റേ ആള് ഭൂമിയിലും. ഞാൻ ഈ കഥ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, അമൃതക്കുട്ടി ഇന്ന് പാട്ട് പാടിയത് ഈ ഫ്ലൈറ്റിനെ പോലായിരുന്നു, എയർക്രാഫ്റ്റ് പോലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലാൻഡ് ചെയ്യും എന്ന് തോന്നി, നല്ല രീതിയിൽ വരും. പക്ഷെ അപ്പൊ എന്തെങ്കിലും ഒരു സ്ലിപ്പ് വന്നിട്ട് പിന്നെ ടേക്ക് ഓഫ് ചെയ്യും. അപ്പൊ കുറെ പാടിയത് ഭൂമിയിലുള്ള നമ്മുടെ മധുബാലകൃഷ്ണനെ പോലെ ആയിരുന്നു. അവിടെ ഇരിക്കുകയാണ്. പക്ഷെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ട്. ഈ എത്ര നേരം ഈ എയർപോർട്ടിൽ ഇരിക്കേണ്ടി വരും എന്നുള്ള ടെൻഷൻ ഉണ്ടല്ലോ. അതുപോലെ ശരിയായ പല ലൈനുകളിലും ഇവിടെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുന്നുണ്ട്. അമൃതക്കുട്ടി ഇത് ശരിയാക്കോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഹോവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നിലേക്ക് വരികയാണ്. ഞാനവിടെ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോ കുറെ അധികം പോയിന്റ്സിൽ ഇന്ന് ടെൻഷൻ ഉണ്ട്. ടെൻഷൻ, റെസൊല്യൂഷൻ, ടെൻഷൻ. അപ്പോ മറ്റേ ഡിജിറ്റൽ നെറ്റ്വർക്കിൽ പറയും, മീനുട്ടാ 2 നമ്പേഴ്സേ ഉള്ളൂ, 0യും 1ഉമേ ഉള്ളൂ. ഒന്നുകിൽ ഹൈ അല്ലെങ്കിൽ ലോ. അപ്പൊ ഒരു ഹൈ വരുന്നു, അത് കഴിഞ്ഞിട്ട് ഉടനെ ഒരു ലോ വരുന്നു, പിന്നെ ഹൈ ലോ ഹൈ എന്ന് വന്നപ്പോഴത്തേക്കും ശരിയാ പാട്ടിന്റെ ഒരു സുഖം കുറച്ച് കിട്ടാണ്ട് വന്നോ എന്നൊരു സംശയമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരുപാട് ഇടങ്ങളിൽ അത്തരം സ്ലിപ്പുകൾ വന്നിട്ടുണ്ട്. കാണും നീരാളം ചുറ്റും നേരം എന്ന് പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നന്നായിരുന്നു. ബാക്കി ഡൈനമിക്സ് വർക്കൗട്ട് ആക്കണ്ടേ. അതായത് നമുക്ക് പാട്ടുണർന്നുവോ കാതിൽ തെന്നിറഞ്ഞുവോ അത് പാടി, അത് നല്ല മെലോഡിയസ് ആയിട്ട് പാടി. അത് കഴിഞ്ഞിട്ട് ചിറകടി താളം പോലെന്നുള്ള സ്ഥലം തൊട്ട് ഡൈനാമിക്സ് വർക്കൗട്ട് ചെയ്യണം. കുറച്ചും കൂടെ അവിടെ ഒരു ടെമ്പോ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കണം. അതിന്റെ ചേഞ്ച് ഓവർ നമ്മൾ അറിയണം. അവിടെ ഒന്ന് പാടിക്കേ. കളിയൂഞ്ഞാലാട്ടും കുളിരോർമയായി കളഗാനം ഓർമയായി കളഗാനം പാടു നീ. പാടു എന്നുള്ള അവിടെ ഇത്രയും നന്നായി വന്നില്ല. നേരത്തെ പാടിപ്പോ അതെ സായലല്ലേ? അത് മനസ്സിലായില്ല അവിടെ. നീ അത് നല്ല രസമായിട്ട് സായല് വരണം. അടുത്ത ലൈൻ ചിറകടി താളം പോൽ നെഞ്ചാകെ പഞ്ചാരി മേളം കൊട്ടി കാണുമ്പോൾ കണ്ണാലെ കിന്നാരം മെല്ലെ ചൊല്ലി കളിയൂഞ്ഞാലാട്ടും കുളിരോർമയായി കളഗാനം പാടു നീ. ഇപ്പൊ അത് കിട്ടി. ഇപ്പൊ കിട്ടിയത് ട്രില്ലാണ്. അത് കിട്ടി. അത് ഇപ്പൊ കിട്ടി. അപ്പൊ കിട്ടിയില്ല. ഇത് ലൈക്ക് ദിസ് തിരുവനന്തപുരം. പിന്നെ അതുപോലെ തന്നെ ശരറാന്തൽ താഴത്ത് അവിടെ എങ്ങനെയാണ്? അതുപോലെ ഇതുപോലെ ഡൈനാമിക് ആയിട്ട് പാടണം. നീ വരും കൂട്ടിൽ വളർമതി മീട്ടിൽ വരു നീ കൂട്ടിൽ വളർമതി അവിടെയൊക്കെ റഷ് ചെയ്യുന്നുണ്ട്. മനമാകെ മോഹത്താൽ മയിലാട്ടമാടുമ്പോൾ മനമാകെ മോഹത്താൽ മയിലാട്ടമാടുമ്പോഴും ശരറാന്തൽ താഴത്ത് വിരിയിൽ നാം അവിടെയൊക്കെ പിന്നെ മെലഡിക്കാക്കാണ്.
അങ്ങനെ വലിക്കാൻ പാടില്ല. അതാണ് അത് അതിനു വേണ്ടിയിട്ടാണ് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. ടൈമിങ് വളരെ അപ്പൊ ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഡൈനാമിക്സ് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ പാട്ട് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ആ പ്ലാൻ വർക്കൗട്ട് ചെയ്യും. നമ്മൾ കറക്റ്റ് ആയിട്ട് ആ മഴയും ഇടിയും മിന്നലും എല്ലാം പോവും. ഫ്ലൈറ്റ് കറക്റ്റ് ആയിട്ട് അവിടെ സുഖമായിട്ട് അവിടെ ലാൻഡ് ചെയ്യും. നമുക്കത് ഫ്ലൈറ്റിൽ നിന്ന് ഡീബോർഡ് ചെയ്ത് നമുക്ക് എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ബാഗും പിക്കപ്പ് ചെയ്ത് കാറി കയറി വീട്ടിൽ പോയി സുഖമായിട്ട് ഉറങ്ങാം. ഓക്കെ. അമൃതക്കുട്ടി, എന്തോ ആ വോയിസിന് എന്തൊരു മാധുര്യമാണ്. താങ്ക് യു. ഉഗ്രനായിട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് ആ വോയിസ്. ആ വോയിസിൽ ഈ പാട്ട് കേൾക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മള് ഫ്രഷ് വോയിസ് എന്ന് പറയില്ലേ, ഫ്രഷ്നെസ് തോന്നിക്കും നമുക്ക്. അപ്പോൾ ആ വോയിസ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. താങ്ക് യു. അത് ഈ പാട്ടിൽ പല സ്ഥലത്തും കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഇംപെർഫെക്ഷൻസ് ഈ പല സ്ഥലങ്ങളിലും ശ്രുതി ചേരായിക, സംഗതിയുടെ ക്ലാരിറ്റി, ഇപ്പം നമ്മുടെ കളിയൂഞ്ഞാലാട്ടും അതുപോലെ തന്നെ കളഗാനം പാടൂ ഇപ്പൊ പാടിയ പോലെ ആ സമയത്ത് ടേക്കിന്റെ സമയത്ത് അത് നന്നായില്ല. പിന്നെ അവിടെ ഒക്കെ ആയിട്ട് നീ ഒരു കൂട്ടിൽ അതൊക്കെ കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയാണ് തോന്നിയത്. കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതിൽ നന്നായിട്ട് പാടാൻ സാധിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നു എന്റെ നിഗമനം കേട്ടോ. കുറച്ചും കൂടി ഒന്ന് ഫോക്കസ്ഡ് ആയിരുന്നെങ്കിൽ, പിന്നെ കുറച്ച് ഡൈനാമിക്സ് അതൊക്കെ വേണം എന്ന് തോന്നി. അതൊക്കെയാണ്. ബാക്കിയെല്ലാം MJ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ആ ശബ്ദം അത് വളരെ മനോഹരമാണ്. കളിയൂഞ്ഞാലാട്ടും കുളിരോർമയായി കളഗാനം പാടു നീ, ചിറകടി താളം പോൽ നെഞ്ചാകെ പഞ്ചാരി മേളം കൊട്ടി കാണുമ്പോൾ കണ്ണാലെ കിന്നാരം ചൊല്ലി കളിയൂഞ്ഞാലാട്ടും കുളിരോർമയായി. അമൃതക്കുട്ടി, എന്തോ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയ ഒരുപാട് ഭാഗങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പാട്ടില് 1-2 ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. എസ്പെഷ്യലി അവസാനം ആകുമ്പോഴത്തേക്ക് ഒരു നാളിൽ നാം ഒന്നായിടും, ആ നല്ല നിമിഷങ്ങൾ വരവായിടും എന്ന് പറഞ്ഞ ആ ഭാഗമൊക്കെ നോട്ട്സ് ഒക്കെ പെട്ടെന്ന് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ ആ ചേഞ്ചസ് വരുമ്പോഴൊക്കെ അമൃതക്കുട്ടിയുടെ അറ്റംപ്റ്റ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. അത് ആ ചേഞ്ചസിനെ ഉൾക്കൊണ്ടിട്ട് അത് പാടാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം അമൃതക്കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്, വിച്ച് ഇസ് ഗുഡ്. താങ്ക് യു കേട്ടോ. പിന്നെ എനിക്ക് അമൃതക്കുട്ടിയുടെ ശബ്ദം, അയ്യോ അത് ശരിയാ മധുചേട്ടൻ പറഞ്ഞു. ഒരു ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഉള്ള, ഒരു കുട്ടിത്തമുള്ള, അതേസമയം മെച്യൂരിറ്റി ഉള്ള ഒരു ഹസ്കി ആയിട്ടുള്ള ഒരു ശബ്ദം, വളരെ ഹസ്കി ആയിട്ടുള്ള ഒരു ശബ്ദം. അതുകൊണ്ട് തന്നെ പല വരികളുടെയും അവസാനം എത്തുമ്പോഴത്തേക്ക് ടൈമിങ്ങിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അമൃതക്കുട്ടിക്ക്. എസ്പെഷ്യലി ബേസ് ഇപ്പം പോലത്തെ വരികളൊക്കെ വരുമ്പോൾ, ബേസിലുള്ള വരികൾ വരുമ്പോഴത്തേക്കും കൂടുതൽ എയർ പുറത്തേക്ക് പോകുന്നതുകൊണ്ട് എന്താ പറയാ, വരിയുടെ അവസാനം ആകുമ്പോഴത്തേക്ക് ബ്രെത്ത് പോകുന്നുണ്ടായിരുന്നു ഉണ്ടോ. അത് ആ ഹസ്കിനെസ് അങ്ങനെ ഉള്ളത് കൊണ്ട് അത് തന്നെയാണ് അമൃതക്കുട്ടിക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടിയിട്ടുള്ള ഹസ്കിനെസ് ആണ്. അതാണ് നല്ലത്. പക്ഷെ നമ്മുടെ സൂപ്പർ പവർ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. നമ്മുടെ സൂപ്പർ പവർ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉയർന്ന് 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 പോയി നമ്മുടെ ഫ്ലൈറ്റിൽ കയറി നമ്മൾ സേഫായി ലാൻഡ് ചെയ്യും കേട്ടോ. ഓക്കെ. മിടുക്കിയാണേ, സുന്ദരി കുട്ടിയാണ്, മിടുക്കിയാണ്, നല്ല രസമുണ്ട് പാടുന്ന കേൾക്കാനും കാണാനും ഒക്കെ. അപ്പോ ഇതുപോലെ തന്നെ പോട്ടെ, നന്നായി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്നത്തെ മാർക്ക് അറിയണ്ടേ? അടുത്ത പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യും. യെസ്. പ്രോമിസ് അല്ലേ? പ്രോമിസ്. പിങ്കി പ്രോമിസ്. പിങ്കി പ്രോമിസ്. യെസ്. അപ്പോൾ അമൃതക്കുട്ടിയുടെ ഇന്നത്തെ മാർക്ക് 96.75 ഔട്ട് ഓഫ് 100. താങ്ക് യു. തീരം നീലാവിൻ നീരാളം ചുറ്റും നേരം നീ വരും കൂട്ടിൽ വളർമതിമേറ്റിൽ വരും നീ കൂട്ടിൽ വളർമതിമേറ്റിൽ മനമാകെ മോഹത്താൽ മയിലാട്ടമാടുമ്പോഴും ശരറാന്തൽ താഴത്ത് വിരിയിൽ നാം ചായുമ്പോഴും ചെറുവിങ്ങലായോ അമൃതക്കുട്ട, ഇനി നമുക്ക് സമയം കുറവാണ്. അപ്പൊ അത് ഓർത്തിരുന്ന് പഠിക്കണം. ഓക്കെ. ബൈ 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 ബൈ. ഗുഡ് നൈറ്റ്. അനുരാഗം
ആര്യ ചേച്ചി ഓ ഇന്ന് സാരിയൊക്കെ കൊടുത്തിരിക്കുന്നോണ്ട് ഈ റൗണ്ട് ഇഷ്ടമാവോന്ന് എനിക്ക് അറിയില്ല, എങ്കിലും ഞാൻ പറയണത് പെർഫോമൻസ് റൗണ്ട് ആണ്. പെർഫോമൻസ് സാരി ഉടുത്താലും ഉഷാ ദീദിയുടെ പോലെയാ. ആണോ? ഉഷാ ദീദിയുടെ പോലെയാ. പെർഫോമൻസ് ഇഷ്ടമാണ്. ഇഷ്ടമാണ്. എന്നാ കുഴപ്പമില്ല. Yes. പെർഫോമൻസ് റൗണ്ട് ആണ് വരുന്നത്. പെർഫോമൻസ് റൗണ്ടുമായിട്ട് വരുന്നത് നമ്മുടെ ദ്വിതിക്കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ദ്വിതിക്കുട്ടി ഓൺ സ്റ്റേജ്. യെസ്, ഓക്കെ, ഹായ്. കൊള്ളാലോ. നല്ല കുഞ്ഞ റെഡ് ഉടുപ്പ്. നല്ല ഉടുപ്പും ആ നല്ല ഷൂസും റെഡും വൈറ്റും. ആ റെഡിൽ എന്തൊക്കെയോ എന്തോ തിളങ്ങുന്നുണ്ടല്ലോ ആ ഉടുപ്പില്. ഉണ്ട് എന്താ അത്? ഒരു ബോ പോലത്തെ നിറച്ച് കല്ല അതില്. ആണോ? ആ നല്ല തിളക്കം. തിളക്കം അല്ലേ? മീനുട്ടിയുടെ ഉടുപ്പിലും ഉണ്ട് നല്ല തിളക്കം. കല്ലോട് കല്ല. അത് മൊത്തം കല്ല. കല്ലോട് കല്ല്. മീനുട്ടിയുടെ ഉടുപ്പിലും കല്ല്, മനസ്സിലും പാടിയാലും കല്ല്, കല്ലാണെന്നാണോ? ഹൃദയത്തിലും കല്ല്. ഓ അതാണ്. ഇതില് കല്ലിന്റെ കവിത കേട്ടിട്ടുണ്ടോ? ഇല്ല. കല്ല് തിന്നുന്ന ചോറിലും കല്ല്, ഉം. വഴിയരികിലും കല്ല്, ഉം. അരിയാട്ടുന്ന മില്ലിലും കല്ല്, കല്ല്. വയറ്റിലും കല്ല്, ഇതിപ്പോ മൊത്തം കല്ല്. ഇപ്പൊ ഉണ്ടാക്കിയതല്ലേ അതിനെ ഇത്? ഉണ്ടാക്കി. മീനൂട്ടിലും പാടാൻ ശ്രമിക്കുന്ന പാട്ടിലും കല്ല്. താങ്ക് യു സാർ, സന്തോഷായോ? താങ്ക് യു വെരി മച്ച്. ഒരുപാട് ഒരു സന്തോഷമായി. കല്ലും ഇല്ലാത്ത ഒരാളാണ് ഇപ്പുറത്തിരിക്കുന്നത്. അത് ശരിയാ. അതെ, ഒരു കുട്ടി കല്ല് കല്ല് കവിത കേട്ട് മീനൂട്ടിനെ ഇങ്ങനെ നോക്കി, എവിടെ കല്ല് എവിടെ കാണുന്നില്ലല്ലോ ഒന്ന്. ഏത് പാട്ടാ പാടുന്നേ? കുക്കു കുക്കു കുയിലേ. എന്റെ കൈ നോക്കുമോ? അതല്ലേ? ഉഗ്രം പാട്ടാണല്ലോ. താങ്ക് യു. നല്ലോണം പഠിച്ചോ പാട്ട്? അപ്പൊ പാട്ട് ഡീറ്റെയിൽസ് അറിയാമോ? ഡീറ്റെയിൽസ്. ഫിലിം നക്ഷത്രങ്ങൾ പറയാതിരിക്കുന്നത് ഓക്കെ പാടിയത് KS ചിത്രാമ്മ. ഓക്കെ. മ്യൂസിക് ഡയറക്ടർസ് മോഹൻ സിത്താര സാർ. ലിറിക്സ് കൈതപ്രം സാർ. വെരി ഗുഡ്, വർഷം 2001. വെരി നൈസ്. മിടുക്കി. തുടങ്ങാം. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുക്കു 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 കുയിലേ. ഓഹോ. കുക്കു കുക്കു കുയിലേ, എന്റെ കൈ നോക്കുമോ? ആരും കാണാതെ എന്നോടൊരു കാര്യമോതുമോ?
ആഹാ കൊള്ളാലോ. വെരി ഗുഡ് വെരി ഗുഡ്. ജ്യോതിക്കുട്ടി ഓ കൊള്ളാലോ, താങ്ക് യു നന്നായിരുന്നു കേട്ടോ, താങ്ക് യു നന്നായിരുന്നു. വെരി ഗുഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചരണം സൂപ്പറായിട്ട് പാടി, താങ്ക് യു വളരെ നന്നായിരുന്നു കേട്ടോ. പിന്നെ തുടങ്ങിയപ്പോഴൊക്കെ കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി കേട്ടോ. ആദ്യം തുടങ്ങിയില്ലേ കുക്കു 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 കുയിലേ, അതൊക്കെ ഒന്ന് ചേരാനുണ്ടായിരുന്നു ആദ്യം തുടങ്ങിയത് കേട്ടോ. പിന്നെ അതിനുശേഷം എൻ്റെ കൈ നോക്കുമോ പല്ലവി എല്ലാം കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി. കൈ നോക്കുമോ, കാര്യമോതുമോ, നീ ചൊല്ലുമോ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലാറ്റ് ആവുന്നുണ്ട്. ഫ്ലാറ്റ് ആവുന്നുണ്ട് ശ്രുതി കേട്ടോ. പിന്നെ കണ്ണുകൾ കഥ പറഞ്ഞാൽ എന്തു തോന്നുമോ, കള്ളനവനെ കണ്ടാൽ എന്തു തോന്നുമോ, അത് നന്നായിരുന്നു. കണ്ണുകൾ കഥ പറഞ്ഞാൽ എന്തു തോന്നുമോ, കള്ളനവൻ എന്നെ കണ്ടാൽ എന്തു തോന്നുമോ, മുന്നിൽ നിന്ന് പുഞ്ചിരിച്ചാൽ എന്തു തോന്നുമോ, മെല്ലെയൊന്നു ചേർന്നു മുന്നിൽ നിന്ന് പുഞ്ചിരിച്ചാൽ എന്തു തോന്നുമോ, അവിടെ ശ്രുതി പ്രശ്നമായി. പിന്നെ അവനോടൊന്ന് തേടുമെങ്കിൽ കൊതി തുള്ളും എൻ്റെ മോഹം, അവിടെയും കുറച്ച് ശ്രുതി പ്രശ്നം ഉണ്ടായി അനുപല്ലവിയില്. പക്ഷെ ചരണം ഉണ്ടല്ലോ, അത് കലക്കി. താങ്ക് യു അവിടെ മുതലാണ് ദ്യുതിക്കുട്ടി ഒന്ന് ചൂടായി വന്നത്, ശരിയായി വന്നത്, ആ എഞ്ചിനൊക്കെ ഒന്ന് ഓണായത്. അതുവരെ കുറച്ച് പ്രശ്നമായിരുന്നു ശ്രുതി കേട്ടോ. അതെന്താ പറ്റിയേ? പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്. പിന്നെ എവിടെയായിരുന്നു പെർഫോമൻസ്? എവിടെ 2 സ്റ്റെപ്പ് മാത്രം ഞാൻ കണ്ടല്ലോ. അത് വെറൈറ്റി ഒരു സ്റ്റെപ്പ്, ട്യൂബ്ലൈറ്റ് മിന്നണ പോലെ. അതെങ്ങനെയായിരുന്നു സ്റ്റെപ്പ്? പിന്നെ പിന്നെ ഞാൻ ഒരു സ്റ്റെപ്പും കൂടി കളിക്കാൻ വിചാരിച്ചു, പക്ഷെ അത് അമ്മ സമ്മതിച്ചില്ല. അതേത് സ്റ്റെപ്പാ? കാണിക്ക അത് കാണിച്ചിട്ട് പോയാൽ മതി. ഇഷ്ടപ്പെടാത്ത സ്റ്റെപ്പ് അതൊന്ന് കാണട്ടെ. അത് നല്ലായിരുന്നല്ലോ. സൂപ്പർ സ്റ്റെപ്പ്. ആ സൂപ്പർ സ്റ്റെപ്പ്. എന്താണ് അമ്മ വേണ്ടാന്ന് വെച്ചത്? ചേച്ചി സമ്മതിക്കാഞ്ഞത്? ഇങ്ങനൊന്നും ആയിരുന്നില്ല ആ സമയത്ത്. കുറച്ചും കൂടെ വെറൈറ്റി, ചിരിച്ചു മരിക്കുന്നു. എന്തായിരുന്നു ആ സമയത്ത് കാണിച്ചത് എന്താ? അമ്മ ചിരിക്കാൻ കാരണം എന്താ? ഒന്നുകൂടി പ്ലീസ് പ്ലീസ്. ഓട്ടംതുള്ളൽ പോലെയായി. ഓട്ടംതുള്ളൽ മാർഗംകളിന്റെ എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. കാണാനൊക്കെ അല്ലേ? ചാട്ടമൊക്കെ കണ്ടില്ലേ? ക്യാൻസർ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എന്താണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തേ? അല്ല, എനിക്ക് ഏകദേശം അത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം എനിക്ക് താളത്തിന് ഡാൻസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുപോലെയാണ് തോന്നിയത്. പക്ഷെ ദ്യുതിക്കുട്ടി ഉഗ്രന ഡാൻസ് കളിക്കില്ലേ? അന്ന് ഓർമ്മയില്ലേ ഒരു വീഡിയോ ഇട്ടത് വിസ്താരയില്? ഉഗ്രന. ഇന്ന് പക്ഷെ വേറൊരു രീതിയിലായിരുന്നു തോന്നുന്നു. ഇന്ന് തിരിച്ച് അമ്മലുണ്ടോന്ന് എനിക്ക് തോന്നുന്നു. വെരി ഗുഡ് കേട്ടോ. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്രുതി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ ദ്യുതിക്കുട്ടി, ഇന്ന് ഈ പാട്ടിന് 2 പുതിയ ചിറകുകൾ വന്ന പോലെ തോന്നിയില്ലേ? അതെ അതെ അല്ലേ? ഇങ്ങനെ പറന്ന പോലെ തോന്നിയില്ലേ? പറന്നു കേട്ടാ, ചിറകുണ്ടാ. പക്ഷെ നമുക്ക് ചിറക് കാണാൻ പറ്റി, ആണുള്ള പാട്ടിൽ പറക്കാൻ പറ്റുന്നത്. പിന്നെ ഈ ആക്ച്വലി ഇതിലുള്ള കുയിലുണ്ടല്ലോ, നല്ലൊരു കുയിലാണേ, പാവമാണേ. പക്ഷെ ആ കുയിലിനേക്കാളും ക്യൂട്ട് ആരാ? ദ്യുതിക്കുട്ടി പാടുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മ്യൂസിക്കിന്റെ ഏറ്റവും സത്യസന്ധമായ ഒരു രൂപം നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് കള്ളത്തരമില്ല. അതാണ് ഒരു പ്യുവർ ഫോം. ആ പ്യുവർ ഫോം, പ്യൂരിറ്റി എന്ന് പറയുന്നത് അത് ഉഗ്രനാണ്. അത് അച്ഛനും അമ്മയ്ക്കും അത് ശരിക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് കേട്ടോ. അങ്ങനെ വരുന്നത്, അത് ടാലന്റ് അങ്ങനെ ഇൻ ഇറ്റ്സ് പ്യുവർ ഫോം വരുമ്പോഴത്തേക്കും അതിന്റെ ഗ്ലോ ഭയങ്കരമാണ്. അതായത് ഒരു പ്രകാശം അത് എപ്പോഴും നമ്മുടെ കുഞ്ഞിനുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആ ഓഹോ പാടിയത് എങ്ങനെയായിരുന്നു? അതന്നെ, അത് കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞു, ആഹാ എന്ന് പറഞ്ഞു. ആഹാ എന്ന് പറഞ്ഞ സ്ഥലം എങ്ങനെയായിരുന്നു? അതേ ശ്രുതിയാ? ഏതൊരു ശ്രുതി, പക്ഷെ ആ ശ്രുതിയിൽ വന്നപ്പോഴാണ് അത് രസമായത് അല്ലേ? ആഹാ. അതൊരു ആഹാ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അങ്കിളിന് ഇഷ്ടപ്പെട്ടു, അത് വളരെ ഇഷ്ടപ്പെട്ടു. ഈ സുഖമഴയിൽ നിന്ന് അനുപല്ലവിയിൽ പാടിയില്ലേ, അതൊന്ന് പാടാമോ? അവനൊന്നു തേടുമെങ്കിൽ അല തല്ലുമെന്റെ സ്നേഹം, അവനൊന്നു തേടുമെങ്കിൽ കൊതി തുള്ളുമെന്റെ മോഹം, സുഖമഴയിൽ ഞാൻ രോമാഞ്ചമാകും. അത് അപ്പൊ കുറച്ചും കൂടെ സുഖിപ്പിച്ച് പാടിയില്ലേ? ഒരു സുഖ അങ്ങനെ പാടിയില്ലേ? അതെങ്ങനെ പാടിയേ? അത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അവിടെ നോട്ട്സ് കുറച്ച് സ്ലിപ്പായി പോയി. പക്ഷെ
ഇനി എന്റെ രാവുകൾ, അത് ചരണത്തിൽ പാടിയില്ലേ, അത് സൂപ്പറായിരുന്നു, യെസ്. സൂപ്പറായിരുന്നു. പിന്നെ സ്വരരാഗധാര വേണം, മലർമോഹശയ്യ വേണം. അത് ഉഗ്രനായിട്ട് നമ്മുടെ കുഞ്ഞു പാടി കേട്ടോ. രസമായിരുന്നു, മൊത്തം രസമായിരുന്നു. തുടങ്ങിയ ആ കുക്കു മാത്രം എന്തോ കുക്കു ക്ലോക്ക് കണ്ടിട്ടുണ്ടോ? ഭയങ്കര രസമാണ്, കണ്ടിട്ടുണ്ടോ? ഈ ക്ലോക്കില് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആ സമയമാകുമ്പോ കറക്റ്റ് 11 മണി 12 മണി എന്നൊക്കെ ആകുമ്പോഴത്തേക്കും കുക്കു എന്ന് പറഞ്ഞിട്ട് ഒരു കുക്കു വെളിയിൽ നടക്കുന്നത്. അതാണ് കുക്കു ക്ലോക്ക് എന്ന് പറയുന്നത്. ഒരു ബേർഡ്, അതിനാണ് കുക്കു സോങ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഉഗ്രനായേ. ദ്യുതിക്കുട്ടി, ഇതാരാ ഇത്? നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഇത്തിരി സുന്ദരിയായി മിടുക്കിയായി ഡാൻസ് ഒക്കെ ചെയ്ത് ഈ പ്രായത്തിൽ ഈ പാട്ട് പാടുന്ന കേൾക്കാൻ ഭയങ്കര ക്യൂട്ട്, നല്ല രസമുണ്ടായിരുന്നു. ഇത് സ്വയം ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. മിടുക്കിയാണ്. എനിക്ക് ആ സ്റ്റെപ്പൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. മറ്റേ സ്റ്റെപ്പും കൂടെ ചെയ്യായിരുന്നു എന്ന് തോന്നി. മിസ്സായി പോയത് അമ്മ തടഞ്ഞ സ്റ്റെപ്പാണോ? അമ്മ തടഞ്ഞ സ്റ്റെപ്പ്, ഈ സാധനം അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ദ്യുതിക്കുട്ടിയുടെ ആ ഒരു ഇന്നസെൻസ് എന്നും അവളുടെ പ്യുവർ ടാലന്റ് എന്നും വരുന്ന ചില എന്താ പറയാ രത്നങ്ങളാണ് അങ്ങനത്തെ സ്റ്റെപ്പുകളൊക്കെ. അതെ, അതൊരിക്കലും വലുതായ ഒരാൾക്ക് അങ്ങനെ കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതൊരു ദ്യുതിക്കുട്ടിയുടെ പ്രായത്തിലുള്ള ആ ഒരു കുട്ടിക്കാണ് അത് ഏറ്റവും അധികം രസമായിട്ട് ഭംഗിയായിട്ട് ക്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റണേന്ന് തോന്നിയിട്ടുണ്ട്. മിടുക്കി കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചരണം നല്ല രസമായിട്ട് പാടിയത് ദ്യുതിക്കുട്ടി. മേളില് ഈസി ആയിട്ടാ പാടുന്നത്, വെരി ഈസി. മേളത്തെ റേഞ്ചിലത്തെ സാധനങ്ങള് പാട്ടുകളുടെ ആ ഇതില് പാടുമ്പോഴത്തേക്ക് ദ്യുതിക്കുട്ടി ഈസി ആയിട്ട് പുട്ടുപോലെ കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഹയർ റേഞ്ചിലുള്ള പാട്ടുകൾ സെലക്ട് ചെയ്താൽ സൂപ്പർ ആയിരിക്കും. അത് നമുക്ക് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് മിഡിൽ ആൻഡ് ഹയർ വരുമ്പോഴത്തേക്കും റേഞ്ച് വരുമ്പോഴത്തേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും, നന്നായിരിക്കും. അധികം താഴത്തേക്ക് പോകാത്ത. അയ്യോ, ഉറക്കം വരുന്നോ? അതെ, വേഗം ഒന്ന് വിട്ടാ പോയി കിടന്ന് മഴയൊക്കെ അല്ലേ. ശരി, വേഗം വിടാം. മിടുക്കായിട്ട് പാടി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഉടുപ്പ്, നല്ല ഡാൻസ്. ഓക്കെ, ഞാൻ 3 ദിവസം കൊണ്ടാ 2 പാട്ട് പഠിച്ചത്. 2 in 3 days. വെരി ഗുഡ് ഗേൾ. ഇത്ര ബുദ്ധി ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അതെ, മിടുക്കി. മാർക്ക് വേണ്ടേ? ചോദിക്കാം. എത്രയാ ദ്യുതിക്കുട്ടിയുടെ മാർക്ക് ഇന്നത്തെ? ഇന്ന് അമ്മുക്കുട്ടിക്ക് 97 100-ൽ. ഓക്കെ ആയില്ലേ? നീ സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. ചാച്ചാ. ആര്യ ചേച്ചി, ആ ടീമിൽ ഇപ്പം ആർക്കൊക്കെ ഡാൻസ് ചെയ്യാൻ തോന്നുന്നുണ്ട്? ആര്യ ചേച്ചിക്ക് മാത്രം? മധുചേട്ടാ കൈപോക്ക്. ഞാൻ പണി തരാനല്ല ഉദ്ദേശിക്കുന്നത്, അവിടെ ഇരുന്നോണ്ട് തുള്ളാൻ ആർക്കൊക്കെ തോന്നുന്നുണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എപ്പോഴും റെഡിയാ മീനോട്ട്. തോന്നില്ലേ? തുള്ളാം. ഞാൻ ആ ഒരു വൈബാ ഉദ്ദേശിച്ചത്, ഒരു അർമാദം, ഒരു വൈബ് സെറ്റാണ്. അർമാദിക്കണ്ട. അതെ, ഇവിടെ ശരിക്കും അർമാദിക്കേണ്ട ആളാരാ? ഒരു പ്രോമിസ് ഓർമ്മയുണ്ടോ? ഒരു പ്രോമിസ് ഓർമ്മയുണ്ടോ? ശരിയാണല്ലോ, ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു. ഒരു പ്രോമിസ് ഉണ്ടല്ലോ. ഡാൻസ് കളിക്കാന്ന് പറഞ്ഞത്. ഡാൻസിനെ പറ്റി അല്ല പറയുന്നത്, ഉന്മാദാവസ്ഥ. ഡാൻസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചല്ലോ. അത് തോന്നുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അവിടെ നിക്കട്ടെ. ഇപ്പൊ നമ്മളെല്ലാരെയും പെർഫോം ചെയ്യിപ്പിക്കാനായിട്ട്, ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു പെർഫോമൻസ് റൗണ്ടുമായിട്ടാണ് ഒരാൾ വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. ഡാൻസ് ചെയ്യുമല്ലോ. എന്താ എന്താ കാണണേ? ഫുൾ ഡിസ്കോ ആണെന്ന് തോന്നുന്നു. ഡിസ്കോ അല്ലേ? എന്റെ ദൈവമേ, മൊത്തം തിളക്കമാണ്. തിളങ്ങി. അതെ, ഇന്ന് കലക്കും തോന്നുന്നു. അതെ 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 അതെ. തലയിൽ ഇത് കെട്ടിയാൽ തന്നെ മനസ്സിലാക്കണം തകർക്കാൻ പോവാ. ഡാൻസ് ഉണ്ടോ? ഡാൻസ് ആരാ കൊറിയോഗ്രാഫർ? ആരാ? അമ്മ.
എന്നാ ഒരു കാര്യം കൊറിയോഗ്രാഫി ബൈ വിഭ്രാന്തി വിഭ്രാന്തി ഗേൾസ്. girls. പാട്ടിന്റെ അവസാനം അമ്മയും ചിലപ്പോ സ്റ്റേജിലേക്ക് കയറ്റാം അല്ലേ? അതെ അതെ, ഒരു ഡാൻസിന് നിങ്ങൾ രണ്ടുപേരുടെ ഒരു ഡാൻസ് ഞങ്ങൾക്ക് കാണണം. മീനൂട്ടന്റെ മീനുട്ടി. ഞാൻ എല്ലാവരും മീനുട്ടന്റെ. നമ്മൾ ശരി. മൂന്നുപേരും ഡാൻസ്. ഇപ്പോഴാ മീനുട്ടിക്ക് കുറച്ചും കൂടി ഒരു ആശ്വാസമായത്. എനിക്ക് നല്ല സുഖം, എല്ലാരും കൂടെ കളിക്കാൻ ഇഷ്ടം. ഓക്കെ, ഏത് പാട്ടാണ്? ഡിസ്കോ 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 ഇറ്റ്സ് ദ ടൈം ടു Disco. ഡിസ്കോ. I am a disco dancer. ഇതിൽ ഏത് ഡിസ്കോവാ? DISCO ഡിസ്കോ ഡിസ്കോ. ഓ അതാണല്ലേ? ഡിസ്കോ. വെരി ഗുഡ്. ഓക്കേ. ഈ പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ആരാണ്? പൂവച്ചൽ ഗാദർ സർ. ഓക്കെ. ഇതിന്റെ സംഗീതം ആരാണ്? സംഗീതം കൊടുത്തിരിക്കുന്നത് സംഗീതം ശ്യാം സർ. പാടിയിരിക്കുന്നത് ആരാണ്? KJ യേശുദാസ് സാർ. സിനിമയുടെ പേരെന്താണ്? ഈ തണലത്ത് ഇത്തിരി നേരം. യെസ്. ഈ തണലത്ത് ഇത്തിരി നേരന്നോ? ഈ തണലത്തോ? ഈ തണലിൽ. ഞാൻ ഈ തണലിൽ ഇത്തിരി നേരം. ശരി ശരി, ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്റെ അമ്മേന്റെ അനിയത്തിയും ഫാമിലിയും വന്നിട്ടുണ്ട്. ആണല്ലേ? ഹായ് ഹായ്. അവരെവിടെയാണ് അപ്പോ? കോയമ്പത്തൂര്. കോയമ്പത്തൂരാണോ? അതാ ചോദിച്ചത്. മോളല്ലേ അപ്പുറത്ത്? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഹായ്. ഹായ്. മോള് പേരെന്താ? അനോറ ബെൽബിൻ. അനോറ മെൽബിൻ. നൈസ് നെയിം. ഇവർ രണ്ടുപേരും പാട്ട് പാടുവേ. മെൽബിന്റെ വൈഫിന്റെ പേരെന്താ? ഗ്ലിനറ്റ്. അതാണ് അമ്മയുടെ അനിയത്തി. ഗ്ലിനറ്റ്. ഓക്കെ, നന്നായിട്ട് പാട്ട് പാടുന്നത് കേട്ടു. നന്നായിട്ട് പാടുന്നത് കേട്ടു. അതുകൊണ്ട് ഇത് കഴിയുമ്പോൾ ഒരു ഗാനം ഒരു ആലപിക്കേണ്ടതായിരിക്കും. ഡുവറ്റ് ആവല്ലേ മെൽബിൻ? രണ്ടുപേരും ഡുവറ്റ് പാടാറുണ്ടോ രണ്ടുപേരും കൂടെ? ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ പരിപാടിക്ക് ചെറുതായിട്ട്, പക്ഷെ ഞാൻ സംസാരിക്കുമ്പോ ശബ്ദം നല്ലതാണ്, നന്നായിട്ട് പാടും. ഓരോ പണി വരുന്ന വഴി നമുക്ക് കാണാൻ പറ്റൂല. അപ്പൊ ഇത് കഴിയുമ്പോ നമുക്ക് റെഡിയാക്കാം അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇപ്പൊ തൽക്കാലം എസ്തർ കുട്ടിയുടെ പാട്ട് കേൾക്കാം. DISCO. Yes. ഡിസ്കോ ഡിസ്കോ. Yes.
സൂപ്പർ. ESTER. എസ്തർ, എസ്തർ. എസ്തർ, എസ്തർ. യെസ്. എസ്തർ കുട്ടാ എന്തോ? കലക്കി, താങ്ക് യു സാർ. ഉഗ്രനായിട്ട് പാടി. താങ്ക് യു. യഥാർത്ഥത്തിൽ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ഇത്. അല്ലാതെ ചുമ്മാ അവിടെ നിന്ന് അനങ്ങാണ്ട് നിന്നല്ലോ പാടിയേ. കറക്റ്റ് ആയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്ത് പാടിയല്ലോ. സ്വന്തം സ്റ്റെപ്സ് അല്ലേ? അമ്മ പഠിപ്പിച്ച സ്റ്റെപ്സ്. അമ്മ പഠിപ്പിച്ച സ്റ്റെപ്സ് കൊള്ളാം. അത് നന്നായി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനു വേണ്ടി. അതാണ് അമ്മയ്ക്കൊരു ക്ഷീണം. അല്ല, അത് ആക്ച്വലി പേടിയാണ്. അവിടെ പോയി എസ്തറിന്റെ കൂടെ ഒരുമിച്ച് ഡാൻസ് കളിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ശരിയാക്കി തരാം. എന്തായാലും മിനുടെയും നമ്മുടെ എസ്തറും കൂടെ ഉള്ള ഒരു പെർഫോമൻസ് വരുന്നുണ്ട്. അത് കാണണം. അതെ, അത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല എനർജി ഉണ്ടായിരുന്നു. താങ്ക് യു സാർ. നല്ല ബോൾഡ് ആയിട്ട് പാടി, നല്ല ചെസ്റ്റ് വോയിസിൽ പാടി. എനിക്ക് വളരെ 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 ഇഷ്ടം. ഈ വേഷം നന്നായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചേരുന്നുണ്ട്. അതെ, കൊള്ളാം. ആകെ മൊത്തം ഒരു തിളക്കം. അതെ, വെരി ഗുഡ്. താങ്ക് യു. ESTER. എസ്തർ, എസ്തർ. അയ്യോ, ഇന്ന് പാടിയപ്പോ ആ ശബ്ദത്തിലത്തെ ചെസ്റ്റ് വോയിസിന്റെ ശക്തി ഞാൻ ഇന്നാണ് ശരിക്കും കേട്ടത് കേട്ടോ. ഇതിനു മുന്നേ തമിഴ് റൗണ്ടിൽ പെർഫോം ചെയ്തപ്പോഴും ഇതുപോലത്തെ ഒരു ശബ്ദത്തിന്റെ ആ ഒരു ടോണില്ലേ, ആ ഒരു ഗാംഭീര്യം തമിഴ് റൗണ്ടിലുണ്ടായിരുന്നു. പിന്നെ മൊത്തം തോരണം തൂക്കിയിട്ട് ഒരു പാട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ മുഴുവൻ, മഞ്ഞ മഞ്ഞ ബൾബുകൾ. ബൾബുകൾ അതില് പാടിയപ്പോഴും ഉണ്ടായിരുന്നു. അതേപോലത്തെ ഒരു വൈബും ആ ചെസ്റ്റ് വോയിസിന്റെ ഒരു ശക്തിയും ഇന്നും എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളത് കേട്ടോ. അത് അടിപൊളിയാണ്. മൊത്തത്തിൽ നല്ല വൈബ്, നല്ല സ്റ്റെപ്പ്, ആകെ മൊത്തമുള്ളൊരു തിളക്കവും ആ ഒരു ഉന്മേഷം. എസ്തർ ബേബീനെ കാണാൻ തന്നെ ഭയങ്കര ഉന്മേഷം, നല്ല വൈബ്. ഇവിടെ വന്ന് ഡാൻസ് കളിച്ച് എഴുന്നേറ്റതിന് ശേഷം എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല. അനുപല്ലവി വരെയുള്ളത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കും അവിടെ ആ ഉമ്മകളായിരം ഉമ്മകൾ, അവിടുത്തെ ആ ഒരു ക്ലാരിറ്റിയാണ് മിസ്സായത്. ബാക്കിയൊക്കെ കിടിലമായിരുന്നു. മിടുക്കിയായിട്ട് പാടി. കേട്ടോ. ഓക്കെ, ഐ ലവ് യുവർ ചെസ്റ്റ് വോയിസ്. താങ്ക് യു ചേച്ചി. ഇങ്ങനത്തെ പാട്ടുകൾ അടിപൊളിയായി സെലക്ട് ചെയ്യണം. ഇനിയും എസ്തറിനെ കൊണ്ട് ഇതുപോലത്തെ പാട്ട് പാടാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. KUTTY. കുട്ടി 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 കുട്ടി. വെറൈറ്റി വെറൈറ്റി. കുട്ടി കുട്ടി. എസ്തർ കുട്ടി. എങ്ങനെയുണ്ട്? കൊള്ളാം. ഓക്കെ, ഞാനൊരു ടൈം ട്രാവൽ നടത്തി കേട്ടോ. ടൈം മെഷീനിൽ കയറി പഴയ ഒരു കാലത്തേക്ക് പോയി. അവിടെ ഈ ന്യൂയോർക്കിലുള്ള ഏതൊക്കെയോ നൈറ്റ് ക്ലബിൽ ആദ്യമായിട്ട് ഈ ഡിസ്കോ ഉണ്ടായ കാലം. ആ ഡിസ്കോയിൽ ആദ്യത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ ഈ 1 2 3 4 എല്ലാത്തിലും ഈ ബേസ് ഡ്രം ഉണ്ടാവും. ഗും 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 ഗും. അതൊരു ഡിസ്കോ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ താളഘടനയിൽ കൃത്യമായിട്ട് നമ്മൾ പാടിയാലാണ് അത് ഫീൽ ചെയ്യുന്നത്. ആ ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് പാടിയപ്പോ. ഓക്കെ, അപ്പൊ അന്നത്തെ കാലത്തെ BGs എന്നൊക്കെ പറഞ്ഞ് ചില ട്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ കൊണ്ടുവന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജോണറാണ് ഈ നമ്മുടെ ഡിസ്കോ എന്ന് പറയുന്നത്. പിൽക്കാലത്ത് നമുക്കിപ്പം ഇപ്പോഴത്തെ കാലത്ത് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹൗസ് മ്യൂസിക് ഉണ്ട്, ടെക്നോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. അതിന്റെ ആഫ്റ്റർ മാത്തിൽ വന്നതാണ്. ഇപ്പൊ ഡിസ്കോ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തിരിച്ച് കുറെ കാലങ്ങളിൽ എന്നെ തിരിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. അന്നത്തെ മ്യൂസിക്കുമായിട്ട് പിന്നെയും എന്നെ ബന്ധപ്പെടുത്തിയത് ആരാണ്? എസ്തർ കുട്ടി. അതാണ് കേട്ടോ. അപ്പൊ അത് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുന്നു ഈ ഡിസ്കോ പാട്ടിൽ ഒരു സംഗതി, സംഗതി എന്തിനാണാവോ അല്ലെ? സമ്മാനത്തിന്റെ ശ്യാം സാർ വിചാരിച്ചിട്ടുണ്ടാവും ഒരു സംഗതി ഇരിക്കട്ടെ, എന്തായാലും US-ലുള്ള ഒരു പാട്ടല്ലല്ലോ, നമ്മുടെ നാട്ടിലുള്ള ഒരു സിനിമ പാട്ടല്ലേ. അപ്പൊ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ആ ക്യാരക്ടറിന് ഒരു സംഗതി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ആ സംഗതി ഒരു പ്രശ്നമായി. അവിടെ താളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, ടെമ്പോയിൽ പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ ആ സംഗതി കറക്റ്റ് ടെമ്പോയിൽ എത്തും വേണം അല്ലേ? പക്ഷെ മാക്സിമം മാനേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
So that was good. താങ്ക് യു Okay. സർ. Wishing you all the best. താങ്ക് യു മകളെ. സർ. Yeah. അപ്പൊ എസ്തർ കുട്ടാ, എന്തോ? ഇന്നത്തെ മാർക്ക് വേണ്ടേ? യെസ്. 1, a 2, a 3, a 4. N-I-N-T-Y N-I-N-E N-I-N-E N-I-N-T-Y N-I-N-E N-I-N-E മനസ്സിലായില്ലടാ? 99. മനസ്സിലായില്ലേ? ശ്ശേ. N-I-N-T-Y N-I-N-E കേട്ടോ? 99. N-I-N-T-Y N-I-N-E N-I-N-E So it's 99 on 100 for Esther Kuti today. താങ്ക് യു സർ. ഞാൻ നോക്കുമ്പോ എനിക്ക് മാത്രം സന്തോഷം, എസ്തർ കുട്ടിക്ക് ഒരു സന്തോഷം. എന്താന്ന് പിടികിട്ടില്ല. അല്ല, ഇവരെന്താ കാണിക്കുന്നത്? അതൊക്കെ ഇരിക്കട്ടെ. അതിന് ഡാൻസ് ഇനി പെർഫോമൻസ്. വിഭ്രാന്തി അല്ലല്ല, ഗോ. എനിക്ക് വിഭ്രാന്തി ഗേൾസിന്റെ കൂടെയാ കളിക്കണ്ടേ? Yes. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഡാൻസുകാരെ റെഡി ആകുമ്പോഴത്തേക്ക് അവരുടെ പാട്ട് കേൾക്കാം. Yes. ഓക്കെ. Okay. മെൽബിൻ എവിടെ വർക്ക് ചെയ്യുന്നു? ഞാനിപ്പം എയർഫോഴ്സിൽ വർക്ക് ചെയ്യാണ്. എയർഫോഴ്സിലാണ്. അതെ. അതാണ് മുടിക്ക് ഇങ്ങനെ വെട്ടിയേക്കണേ അല്ലേ? അതെ. ഒരു മിലിറ്ററി ടച്ച്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഞാനിപ്പം പ്രസന്റ്ലി ഇപ്പം കോയമ്പത്തൂരാണ് വർക്ക് ചെയ്യുന്നത്. കോയമ്പത്തൂർ. ഓക്കെ ഓക്കെ. ഏത് പാട്ടാ? മാവിൻ ചോട്ടിലെ എന്ന് പറഞ്ഞ പാട്ട് പാടും. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നി ബാല്യം ആരോ നീട്ടിയ മഷിത്തണ്ടിൽ കുളിരുള്ള തളിരോർമയാണെന്റെ ബാല്യം ചെളിമണ്ണിൽ പാവാടച്ചായം തേക്കും അതു കാണി കളിയാക്കും ഇളനോമ്പുകൾ കളിയാടുന്ന പാടത്തെ കതിരോർമ ബാല്യം മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നി ബാല്യം ആരോ നീട്ടിയ മഷിത്തണ്ടിൽ കുളിരുള്ള തളിരോർമയാണെന്റെ ബാല്യം. സൂപ്പർ ചേച്ചി. അപ്പൊ ഇനി മെൽബിൻ. അടിപൊളി. മെൽബിൻ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഇപ്പം ഓൾറെഡി എയറിലാണ് വർക്ക് ചെയ്യുന്നത്. എയർഫോഴ്സിലാണ്. പാട്ടൊക്കെ പാടിയിട്ട് എയറിലാണ്. ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ. അങ്ങനെയൊന്നും പഠിക്കണ്ട. Come on, come on, come on. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ പുള്ളിക്കാരി. പ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായി ഓടി വന്നതാണു ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ വിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. താങ്ക് യു. സൂപ്പർ സൂപ്പർ. എന്നിട്ടാണ് ഇത് എയറിലല്ല വൈറലാണ്. താങ്ക് യു താങ്ക് യു. ഓക്കെ ഓക്കെ. എനി ഡാൻസ്. ഡാൻസ്. എനി ഡാൻസ്. ഞങ്ങളുടെ dance. ഡിസ്കോ. അതെ. Yes. ചെട്ടി 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 ചെട്ടികുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ എസ്തറേ, പോരട്ടെ. ചെട്ടികുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളക്കടയ്ക്കുള്ളി ചിപ്പിവളം കുലക്കിരയി ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ
തേരോട്ടം തേരോട്ടം തേരോട്ടം. കഴിഞ്ഞ കഴിഞ്ഞോ നിങ്ങൾക്ക് കഴിഞ്ഞു, ഞങ്ങൾക്ക് നല്ല രസമുണ്ട്. ആക്ച്വലി എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഈവൻ ഞാനൊരു ലാസ്റ്റ് ഇയർ വരെ ഞാൻ ഈ ഒരു പരിപാടി കണ്ടിട്ടുള്ള ഒരാളല്ല. സിൻസ് ദെൻ എസ്തർ വന്നതിന് ശേഷം ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ എൻ്റെ കുറെ കൊളീഗ്സ് ആൻഡ് ദ ഫാമിലീസ് ദേ ആർ ഓൾസോ കണ്ടിന്യൂസ്ലി ഫോളോയിങ് ദ പെർഫോമൻസ് ആൻഡ് ദിസ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ദിസ് സീസൺ. ആൻഡ് അവരുടെ എല്ലാവരുടെയും സൈഡിൽ നിന്ന് ഒരു ഓൾ ദി ബെസ്റ്റ്. ഇപ്പം എസ്തർ ഒരു പാൻ ഇന്ത്യ ആണ്. ഞങ്ങളുടെ കൂടുതൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും എസ്തറിന്റെ ഇറസ്പെക്റ്റീവ് ഓഫ് ലാംഗ്വേജ് എല്ലാവരും പെർഫോമൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ സൈഡിൽ നിന്നും ഒരു best wishes and congratulations. Yes, very good, very good. മീനുട്ടി, എന്തോ so with these few words നമുക്ക് ചേച്ചാ പറയാം. ടാറ്റ പറയാം. Yes. ബൈ ബൈ പറയാം നമുക്ക്. ബൈ ബൈ എസ്തർ കുട്ടാ. ടാറ്റാ. അടുത്ത ദിവസം കാണാം, ഇതുപോലെ Okay. തന്നെ വരണം. Okay. Okay, bye. Okay. നമുക്ക് അടുത്ത ആളെ വിളിക്കാം അല്ലേ? ആ. ഒരു നല്ല പാട്ടുമായിട്ട് എത്താൻ പോകുന്നത് നമ്മുടെ രുക്മിണിയാണ്. ലെറ്റ്സ് വെൽക്കം രുക്മിണി ഓൺ സ്റ്റേജ്. രുക്മിണിയോ? അതാരത്? കണ്ടോ ഇപ്പൊ ഞെട്ടും. ഇതാ തമിഴ് പാട്ടിലെ രുക്മിണിയല്ലേ? അല്ല മധുങ്കള, മലയാളത്തിലെ രുക്മണിയാ. മലയാളത്തിലെ രുക്മിണിയോ? ആ. മീശ മാധവന്റെ രുക്മണി. ഓ അത് ശരി, മീശമാധവന്റെ രുക്മണിയാണ്. രുക്മണി നമ്മുടെ പിള്ളേച്ചന്റെ മോള് രുക്മിണിയാണോ? അതെ 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 അതെ. എന്റെ അച്ഛന്റെ മോള് രുക്മണി. മീനുടി ചേച്ചി, എന്തോ എന്റെ മാല കാണാനില്ല. അയ്യോ, ഇനി ഇങ്ങോട്ട് വരുമ്പോ കുഞ്ഞു മാല ഇട്ടായിരുന്നോ? ഞാൻ 2 മാല ഇട്ടു, ഇപ്പൊ നോക്ക്. അയ്യോ, എന്താ എന്റെ ഫോണും കാണാനില്ല. അത് പോയോ? ചേട്ടന്റെ ഫോണും പോയോ? ഫോണും കാണാനില്ല. അത് റൂമിൽ കാണും അത്. ഇല്ല, ഇപ്പൊ ഫോൺ ചെയ്ത് ഞാൻ ഇവിടെ വച്ചതേ ഉള്ളൂ കുറച്ചു മുമ്പ്. അതെങ്ങനെ പോവാനാ? ഇത് ആരത് ഇങ്ങനെയൊക്കെ എടുത്തോണ്ട് പോവാനായിട്ട്? മീനുട്ടാ, എന്തോ ഇപ്പൊ യാമിയുടെ മാലയും പോയി, മധുവിന്റെ ഫോണും പോയി. ആ ഇതൊരു നോർമൽ സംഭവമായിട്ട് തോന്നുന്നില്ല കേട്ടോ. എന്റെ വല്ലതും പോയിട്ടുണ്ടോ നോക്കട്ടെ. അയ്യോ, എന്റെ മെറ്റാ ക്ലാസ് കാണുന്നില്ല. ബാഗിൽ തപ്പി നോക്കിയേ. അതും പോയോ? ഇല്ല. രാഘു, നമുക്ക് പോലീസിനെ വിളിക്കാം. ഇതാരാ? ഇതാരാത്? മാധവൻ, മീശ മാധവൻ. ഇവൻ തന്നെ ആയിരിക്കും എല്ലാം മോഷ്ടിച്ചത്. മോളെ മീനുട്ടി, എന്തോ പുറത്ത് കിടക്കുന്ന മഞ്ഞക്കാറ് മോളുടെയാണോ? എടാ എടാ എടാ, എന്റെ കാറിൽ വല്ലതും തൊട്ടാലില്ല, മീശ ഞാൻ പറിച്ചെടുക്കും കേട്ടോ. മധുങ്കൾ എത്രയും പെട്ടെന്ന് ഇപ്പം പാപ്പച്ചി കളിക്കുവാ. മിക്കവാറും ഞാൻ തന്നെ ഈപ്പൻ പാപ്പച്ചി ആവേണ്ടി വരും. എവിടെ എന്റെ ഫോൺ? എന്റെ മെറ്റാ ക്ലാസ്. എന്റെ കാറ്. മാധവൻ കള്ളനാ, പക്ഷെ ഇതുപോലത്തെ ചീള് സാധനങ്ങളൊന്നും മാധവൻ കക്കാറില്ല. എവിടെയെങ്കിലും പോയി വിറ്റ് കാണും അത്. ഞാൻ പറഞ്ഞല്ലോ, മാധവൻ കള്ളനാ, പക്ഷെ മാധവൻ കട്ടത്തൊന്നും ഈ സ്റ്റുഡിയോ വിട്ട് പുറത്തു പോയിട്ടില്ല. എടാ, നിന്ന് കഥാപ്രസംഗം നടത്താതെ എന്റെ മെറ്റാ ക്ലാസ് താടാ. മാധവൻ എങ്ങനെയാ കള്ളനായെന്ന് ചേച്ചിക്ക് അറിയാമോ? ഓരോ സ്റ്റേജുകൾ മാറി മാറി പാട്ട് പാടി നടന്ന ചേച്ചിക്ക് ഇതൊന്നും അറിയില്ല, അറിയിച്ചിട്ടില്ല. കൺമണിയുടെ പാട്ട് പഠിക്കുന്ന ഫോൺ പൊട്ടിപ്പോയെന്ന് പറഞ്ഞപ്പോ അവൾക്ക് പാട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ മധുവങ്ങളുടെ ഫോൺ എടുത്തത്. ധനശ്രീയുടെ അടുത്ത പാട്ടിന് ഗ്ലാസ് വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആര്യ ചേച്ചിയുടെ മെറ്റാ ഗ്ലാസ് എടുത്തത്. എന്റെ ഗ്ലാസ് മാല, വാസുകിയുടെ കുഞ്ഞനിയത്തിക്ക് ഒരു മാല വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചത് കൊണ്ടാ അവളുടെ കരച്ചിൽ നിർത്താനാണ് ഞാൻ നിന്റെ മാല എടുത്തത്. ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും കള്ളൻ എന്ന വിളി മാത്രമാ ബാക്കി. സോറി മാധവേട്ടാ, നീയും അവരുടെ കൂടെ ചേർന്ന് എന്നെ കള്ളാന്ന് വിളിച്ചില്ലേ? ഞാൻ അതിന് സോറി പറഞ്ഞല്ലോ. ഞാൻ പോകുക. എംജെ അങ്കിളെ, മധുവങ്കിളെ, ആര്യ ചേച്ചി, മീനുട്ടി ചേച്ചി, ഞാൻ പോകുക. അയ്യോ പോവല്ലേ. ഇത് ഊരാനാ. അയ്യോ, വെറുതെ സന്തോഷയോ? അടിപൊളി. കിട്ടില്ല രണ്ടുപേരും. അടിപൊളിയാണല്ലോ രണ്ടുപേരും. ആന്ന് പറഞ്ഞില്ലേ, ഇനി ലാസ്റ്റ് മിഠായി മഴയ്ക്ക് മുന്നേ എനിക്കൊരു ഗിഫ്റ്റ് തരാന്ന്. മീശമാധവനെന്തിനാ ഗിഫ്റ്റ് മീശമാധവന് കൊടുത്താ കട്ടുകൊണ്ട് പോകും. ഗിഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ ചേച്ചി അയ്യോ, എന്തിനാ? അടുത്ത പ്രാവശ്യം കൊണ്ടുതരാം. കൊണ്ടുവരാം. സത്യം പറ. സത്യം. അതെന്താ ഇപ്പൊ നവനീത് കൂട്ടനല്ലോ, ഇപ്പൊ മീശ മാധവനല്ലേ. അപ്പൊ എങ്ങനെ ഈ കള്ളന് ഗിഫ്റ്റ് കൊടുക്കാം? ശരിക്കും പറഞ്ഞാൽ ഞാൻ ദാ ഈ മാസ്ക് മാറ്റിയ നവനീത്. അല്ല, അടുത്ത പെർഫോമൻസിന് വരുമ്പോ നവനീത് കൂട്ടനാണല്ലോ, അപ്പൊ തരും അല്ലേ?
അതെ. അതെ അതെ തരും. വേണ്ട ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ന് തന്നെ വേണോ? ആ. അത് ഇന്ന് കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം വരുമ്പോ തരാം. കൊണ്ടുതരാം. ഇന്ന് കിട്ടിയില്ലെങ്കിൽ രാകേഷ് അങ്കിൾ ഒന്ന് തപ്പി നോക്കട്ടെ അല്ലേ രാകേഷ് അല്ലേ രാകേഷ് അങ്കിൾ? ഇപ്പൊ ഏത് പാട്ടാണ് രണ്ടുപേരും കൂടെ പാടാൻ പോകുന്നത്? അതെ എന്റെ എല്ലാം അല്ലേ പാട്ടാണല്ലേ? നല്ല രസമായിരിക്കും രണ്ടുപേരും അടിപൊളിയായിരിക്കും അല്ലേ? ആരാണ് ചെമ്പരുന്ത്? ചെമ്പരുന്താ ആ. ചെമ്പരുന്ത് ഇവള് ആണോ? യാമിയാണ് ചെമ്പരുന്ത്. എന്നെ ചെമ്പരുന്നോ ഇവനാരാന്ന് എനിക്കറിയാം ആരാ? മാളൊന്ന് പോന്ന് കുതിച്ചു ഞാനാണ് ചെമ്പരുന്ത് ഇവളാണ് കാലിലെ പാദസരൻ പാദസരനാ? ഓ, ഓ, പാദസരൻ. അതാണ് പാദസരൻ. അതെ. ഓക്കെ. ഇപ്പൊ സൈഡ് മാറി. കാലിലെ കാണാൻ പാദസരൻ ഞാനല്ലേ? ഞാനല്ലേ ഞാനല്ലേ? യാമി ആഹാ. യാമി പാട്ടിനിടയില് പോടാ എന്ന് വിളിക്കുന്നുണ്ടോ? എങ്ങനെയാ കാണിച്ചേ? എങ്ങനെയാ? കൊള്ളാട്ടോ. കൊള്ളാം, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അവസാനത്തെ പോടാന്നുള്ള കുറച്ചും കൂടി ശക്തിയിൽ വിളിച്ചോ. അതെ എന്തോ ഡീറ്റെയിൽസ് എവിടെയാ? ഡീറ്റെയിൽസ് എവിടെയാ നമ്മെ ആ ഡീറ്റെയിൽസ് ഫസ്റ്റ് ഞാൻ പറയാം വർഷം 2002 യെസ്. പറയാ? അറിയില്ലേ? രുക്മിണി മറന്നുപോയി രുക്കു ചെറുതായിട്ട്. മറന്നു. പഠിപ്പിച്ചില്ല രുക്മിണിയെ. എന്നാ ശരി ഞാൻ പറയാം പറഞ്ഞു. റിലിക്സ് ആ റിലിക്സ് ഗിരീഷ്. ഗിരീഷ് പുത്തഞ്ചേരി സാർ യെസ്. മ്യൂസിക് വിദ്യാസാഗർ Yes. സാർ യെസ്. പാടിയത് ആ യേശുദാസ് അങ്കിൾ സുജാത ആന്റി yes. വർഷം പറഞ്ഞല്ലോ അല്ലേ? പറഞ്ഞു. പടം മിഷ് മീശ മാധവ് യാമിക്ക് എത്ര ദേഷ്യം എന്താ? ഡീറ്റെയിൽസ് പഠിപ്പിക്കാൻ. അപ്പൊ വേഗം പോയി പഠിക്കോ. അതെ. വേഗം പഠിക്കാം. സമയം കളയണ്ട. വേഗം പഠിക്കോ. ഗിഫ്റ്റ് മറക്കാതെ എനിക്ക് തരണം ആ, യെസ്. ആ, ആ. യാമിക്കുട്ടി Thank you, best. പ്രോമിസ്. എന്റെ എല്ലാം അല്ലേ എന്റെ ചേലത്ത് ചെമ്പരുന്തല്ലേ നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ എന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ എന്റെ എല്ലാം അല്ലേ എന്റെ ചേലത്ത് ചെമ്പരുന്തല്ലേ നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ എന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ കിലുങ്ങാകിങ്ങണിച്ചപ്പേ ചിരിക്കാ ചെമ്പകമുട്ടെ പിണങ്ങാൻ എന്താണ് ഹൊയ് 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 മിനുങ്ങാൻ എന്താണ് മായങ്ങാൻ എന്താണ് എന്നെ എല്ലാം അല്ലേ എന്റെ ചേലത്ത് ചെമ്പരുന്നല്ലേ നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ എന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ
ഞാനല്ലേ നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ കൺഗ്രാജുലേഷൻസ്. കൺഗ്രാജുലേഷൻസ്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ മാതാട്ടിനോട് എപ്പോഴും പറയാം മോഷ്ടിക്കല്ലേ മോഷ്ടിക്കല്ലേ എന്ന്. എന്റെ അച്ഛനടുത്ത് കുറെ പൈസ ഉണ്ടല്ലോ, അതെടുത്ത് ജീവിച്ചാ പോരാ, പിന്നെന്തിനാ മോഷ്ടിക്കേണ്ട ആവശ്യം. പക്ഷെ മാതാട്ടം പറയാ എനിക്ക് മോഷ്ടിക്കുന്ന ശീലായി പോയി. അല്ല അതും പോരാണ്ട് ഇപ്പൊ പറയാ രാത്രി കക്കാൻ പോകുമ്പോ പ്രേതത്തിനൊക്കെ പേടിയാ, നീയും വാടി രുക്മണിന്ന്. എനിക്ക് പ്രേതത്തിനും പേടിയില്ല. ഗ്രാനിനെ കണ്ട ഗ്രാനിയുടെ വടിയെടുത്ത് തലക്കെട്ടടിച്ച് കൊല്ലും. എന്റെ ബെസ്റ്റിയുടെ കല്യാണം നടക്കുന്നത് നാളെയാ. അപ്പോ അവൾക്ക് വേണ്ടി എന്റെ കയ്യിൽ പൈസ ഇല്ല. അത് കാരണം ഞാൻ അവളുടെ കല്യാണം നടത്താൻ വേണ്ടിയാണ് ഞാൻ ഈ മോഷ്ടിക്കുന്നത്. ബെസ്റ്റിയുടെ കല്യാണം നടത്താൻ മോഷ്ടിക്കുന്നത്. കമ്മണി കേശുവുമായിട്ട് കല്യാണം കഴിക്കുന്ന പറഞ്ഞു. കേശു അതാരാ? ആദ്യ കേശു ഇന്നലെ തീരുമാനിച്ചു. അപ്പൊ നാളെയാണ് കല്യാണം. അപ്പൊ അതിനു വേണ്ടിയുള്ള പൈസ എനിക്ക് മോഷ്ടിക്കണം. അതാണ്. അപ്പൊ നവനീതോടൻ യാമിയെ കെട്ടിയതോടുകൂടി കൺമണിക്കുട്ടി മാറി. അതിനാണ് മോഷ്ടിക്കുന്നത്. അതെ, പോരാത്തതിന് കല്യാണം തീരുമാനിച്ചു. അവരുടെ കല്യാണം കഴിഞ്ഞു. ഇപ്രാവശ്യം അവരുടെ കല്യാണം എനിക്ക് തന്നെ അറിയാം. എന്റെ കല്യാണം കല്യാണം കഴിച്ചു അവസാനം. പിന്നെ ഈ മാലിട്ടേക്കുന്ന കല്യാണത്തിന് വേണ്ടിയല്ലേ? അതെ 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 അതെ. നിങ്ങള് ഹാപ്പി ആണല്ലോ അല്ലേ? മാധവന് ഇത്ര ഇഷ്ടം എന്ന് പറഞ്ഞ പിന്നെ പോടാന്നൊക്കെ പറയണ എന്തിനാ? മാധവന് ഇഷ്ടമായത് കൊണ്ട് ഇങ്ങനെ ചുമ്മാ എന്നെ ഇങ്ങനെ ഞാൻ കുളിച്ചതായിരുന്നു. ഇവൻ കുളിച്ചില്ലേ? മാധവൻ കുളിച്ചില്ലേ? മാധവൻ കുളിച്ചില്ല. ഞാൻ കുളിച്ചു പല്ലേച്ചു മുടി നേരെയാക്കി ഡ്രസ് ഇട്ടു. ഇവിടെ വന്നു. പിന്നെ കല്യാണം പിന്നെ കുളിക്കണ്ടേ? ശരിക്കും കുളിച്ചില്ല. കുളിച്ചിട്ട് വന്നാ മതി. ഇവള് കള്ളം പറയുന്ന എനിക്ക് തോന്നുന്നത് പച്ചക്കള്ളം. എന്നിട്ട് എന്നെ തൊടാൻ
വരുവാ ഞാൻ തൊട. കുളിച്ചതാ. അല്ല അതെ അതെ ഞാൻ കുളിച്ചതാ. ഞാൻ വൃത്തിയായിട്ട് പുഴയിലൊന്നും അല്ല ഒഴുകിയത്. ഞാൻ എന്റെ വീട്ടിലത്തെ ഷവറിലാ കുളിച്ചേ. ഇന്നലെ മോഷ്ടിക്കാൻ പോയിട്ട് വന്നിട്ട് എന്റെ ടാങ്ക് ഫുള്ളും ക്ലീൻ ആക്കുന്നതാ ഡെയിലി. യാമിക്കുട്ടി ഇന്നലെ മോഷണം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ പോയി കുളിച്ചിട്ടാണ് കല്യാണത്തിന് അത് വന്നത്. ഷവറില്. ആ ഷവറില് ആ ഞാനും കുളിച്ചില്ല. ഞാൻ കുളിക്കാൻ പോവാൻ വേണ്ടി തോർത്തതാ. ആണോ? കുളിച്ചില്ലേ കുളിച്ചില്ലേ അപ്പൊ കുളിച്ചില്ല. മാറി കുളിക്കാത്ത? ഞാൻ കുളിക്കാൻ വേണ്ടി തോർത്തതാ. അപ്പൊ ഇവൻ വന്ന് എന്നെ തൊടുക. തോർത്തെടുക്ക. നീ എന്തിനാ യാമിക്കുട്ടി തുടരണേ? ഞാൻ എന്റെ നല്ല പെർഫ്യൂം ഒക്കെ വെച്ച് ഞാൻ അവളെ ഒന്ന് സെറ്റപ്പ് ആക്കി. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആണല്ലോ അല്ലേ? അത് മതി. ബെസ്റ്റിയുടെ കല്യാണം കഴിഞ്ഞിട്ട് വിഷമം വല്ലതുണ്ടോ? ഇല്ല കുഴപ്പമില്ല. ഹാപ്പിയാണ്, സന്തോഷമായിട്ട് ജീവിക്കട്ടെ. കുട്ടിയുടെ കല്യാണം എല്ലാരും കൂടെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കും. യാമിക്കുട്ടിയുടെ കല്യാണം. Congratulations. അതെ. Yes, congratulations. ഓക്കെ അല്ലേ? ഇനി നമുക്ക് Okay ആണ്. കല്യാണ പെണ്ണും ചെക്കനും അങ്ങോട്ട് അതെ. പോവാം. ബാ കൈ പിടിക്കാം ബാ. നമ്മുടെ എല്ലാമല്ലേ എന്റെ ചേലത്ത് ചെമ്പരുന്തല്ലേ, അപ്പുറത്തേക്ക് വരാം, എന്റെ അപ്പുറത്തേക്ക് കാലിലെ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, എന്റെ മാറിലെ മായ ചന്ദന പൊട്ട് എനിക്കല്ലേ, എനിക്കല്ലേ. എന്തൊക്കെ കാണണോ അല്ലേ? എന്തായിരുന്നു നമുക്ക് സാക്ഷികളാവാൻ പറ്റിയല്ലോ ഈ അതെ, 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 ശരിക്കും മുഹൂർത്തത്തിന്. ശരിക്കും. ഇനി കല്യാണം നടത്താം. ഇനി നടത്തണം. ഇനിയോ? ഇനി ഇനി എന്തിനാ? വേണോ? ഒന്ന് കഴിഞ്ഞില്ലേ? ഇനി കല്യാണം നടത്താം. കല്യാണം കഴിഞ്ഞില്ല. അപ്പൊ ഇതിപ്പോ എന്തായിരുന്നു? നീ എന്താ വേണ്ടേ? ഇനി ബിരിയാണി കൊണ്ടുവരണം. ഇനി ബിരിയാണി ബിരിയാണി നമുക്കില്ലേ, ബിരിയാണി നമുക്ക് ക്യാൻറ്റീനിന്ന് കഴിക്കാം. അങ്ങനെയല്ല, ഇത് ഒറിജിനലായിട്ട് സദ്യയൊക്കെ വേണം അപ്പൊ. വാഴയിലയിൽ അതാണ് ബിരിയാണി. കാര്യം. വാഴയിലിട്ട് പിന്നെ അതിനിങ്ങനെ കോരി കളിക്കാം. കല്യാണല്ലേ? MJ uncle, ഇതൊന്നും ആന്റിയോട് പോരാ. പറഞ്ഞ ഒരു സദ്യ ശരിക്കും ഇവളുടെ വിചാരം ഇവളുടെ കല്യാണം കഴിഞ്ഞു എന്നാ വിചാരിച്ചേക്കണേ. സദ്യ വേണം ഇനി. ഇതൊന്നും പോരാ. എന്റെ കയ്യിലുള്ള പൈസ വെച്ച് ഞാൻ നിനക്കൊരു ചിക്കൻ ബിരിയാണി വാങ്ങിത്തരാം. ആ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നറിയോ, ഈ ഒരു ഫ്രണ്ട്ഷിപ്പാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ഒരു അതെ, ഫ്രണ്ട്ഷിപ്പ് അല്ലേ. എല്ലാവരും ഒന്നായിട്ട് വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ. അതിന് നല്ലൊരു കഴിവ്. ബിരിയാണി വാങ്ങിച്ചു തരാട്ടാ. ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു തരാം അടുത്ത പ്രാവശ്യം. നമ്മുടെ അടുത്ത പ്രാവശ്യം എന്റെ കല്യാണോ? അതാരുടെ കൂടെ? അത് കഴിച്ചു. അത് പറഞ്ഞോടനെ അവനെ അതാരുടെ കൂടെ? നിന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, പക്ഷെ അടുത്ത ദിവസം റിജ്വലിലൂടെ നീ എന്റെ കൂടെ കല്യാണം കഴിച്ചാ പിന്നെ നീ എന്റെ സ്വന്തമാണ്. പോവില്ല. എന്റെ സ്വന്തമാണ്. പിന്നെ എന്നിട്ടിപ്പൊ കല്യാണം കഴിച്ചല്ലോ. നല്ലൊരു വിഷ്വൽ. നവനീതോട്ടാ മറ്റേ കനവിലെ കള്ളൻ എന്ന് പാടിയില്ലേ, അതെങ്ങനെയായിരുന്നു പാടിയത്? കനവിലെ കള്ളൻ ഞാനല്ലേ, അങ്ങനെ പാടിയില്ലേ? അതെങ്ങനെ പാടിയത്? എന്താണ് റെഡി. അത് കനവിലെ കള്ളൻ ഞാനല്ലേ. വേറൊരു സ്ഥലത്ത് അത് എവിടെയാണ് മറന്നുപോയല്ലോ. എന്ന് പാടിയത് അതാണോ? അതന്നെ. അത് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഹോയ് 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 ഉണ്ട് ഒരു സ്ഥലത്ത്. ഹൊയ് 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 ഹോയ് 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 ഹോയ്. അതെ ഹോയ്. അതെ അത് നന്നായിരുന്നു. താങ്ക് യു. യാമിക്കുട്ടി ആദ്യം ഭയങ്കര ദേഷ്യം കാണിച്ചില്ല, അത് അങ്കിളിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിണങ്ങി നിന്നതല്ലേ? ഉടനെ ഭയങ്കര ദേഷ്യമായി കേട്ടോ. എന്തായിരുന്നു ദേഷ്യം? എന്നെ എന്താ പുരുഷമെന്ന് വിളിച്ചത്? എനിക്ക് മനസ്സിലായില്ല. ഒരു ലുക്ക് ഇതൊക്കെ വെച്ചിട്ട് ഒരു ലുക്ക് വിളിച്ചതാ. ആണോ? അങ്ങനെയാണോ? ലുക്കാണോ? ഇത് വെടിയാവുന്നോട് നോക്കിക്കേ. ഭയങ്കര പേടിയായിട്ട് പേടിയാ. വല്ലാണ്ട് ശരിയാട്ടോ. പേടിയാണ്. ക്യാപ്റ്റൻ പേടിച്ചോ? നന്നായി പേടിയാവുന്നുണ്ട്, പേടിച്ചു. പേടിയാവുന്നുണ്ട്. ഞാൻ ശരിക്കും പേടിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും പാടിയത്. യാമിക്കുട്ടിയും നവനീതൂട്ടനും കേട്ടോ മിടുക്കന്മാരായിട്ട് പാടി. നല്ല രസമായിട്ട് പാടി. ഒരു മിടുക്കനോ ഒരു മിടുക്കി. ഒരു മിടുക്കനും ഒരു മിടുക്കി അടിപൊളിയായിട്ട് പാടി. എനിക്ക് ആ ഹൈ പാടിയത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എങ്ങനെയായിരുന്നു? മൂന്നാറിലെ മൂവന്തിയിൽ മുത്താരമായി മാറാം. അതൊക്കെ ഗംഭീരായിരുന്നു. മൂന്നാറിലെ മൂവന്തിയിൽ മുത്താരമായി മാറാം.
പെർഫോമൻസ് എനിക്ക് ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു. രണ്ടുപേർക്കും ചക്കര ഉമ്മ. താങ്ക് യു ആര്യ ചേച്ചി. തിരിച്ചൊരു 100 ഉമ്മ തരട്ടെ. ഓക്കെ. ശരിക്കും ഗ്രാമത്തിൽ പോയ ഒരു കല്യാണത്തിൽ പങ്കെടുത്ത പോലെ ഉണ്ടായിരുന്നു ശരിക്കും. താങ്ക് യു. എന്തായിരുന്നു ആ അഭിനയവും ആ ഇടയ്ക്കുള്ള ഡാൻസും ആ മുഖത്തുള്ള എക്സ്പ്രഷൻസും ഒക്കെ എന്തായിരുന്നു. ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ശരിക്കും ആ സിനിമയിൽ ആ പാട്ടിലുള്ള പോലെ തന്നെ. അതെ, ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തന്നു നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന്. താങ്ക് യു. വളരെ സന്തോഷായി. താങ്ക് യു. ആ പച്ചൊരു കാര്യമുണ്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാരും രാകേഷങ്കളും അംജങ്കളും ആര്യച്ചേച്ചി മധുവങ്കളും അമ്മയും അച്ഛനും അമ്മൂമ്മയും അങ്കിളും എല്ലാരും കൂടെ എനിക്കൊരു ക്ലാപ്പ് കിട്ടുവോ? എല്ലാരും ക്ലാപ്പ് ചെയ്തു. യെസ്, കല്യാണ സ്പെഷ്യൽ ക്ലാപ്പ്. കല്യാണ സ്പെഷ്യൽ ഒരാൾക്ക് മാത്രമല്ല രണ്ടുപേർക്കും വേണം ക്ലാപ്പ് കേട്ടോ. അതെ അതെ. നവനീത് തൊട്ടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു സമ്മാനം തരുന്നു. ആ ഇത് രണ്ടുപേരും കൂടെ കേൾക്കണേ. യാമിക്കുട്ടി, നവനീത് തൊട്ട് എന്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ വരുമ്പോഴത്തേക്കും ഒരു പ്രസന്റ് കൊണ്ടുവരാന്ന്. അപ്പൊ നമ്മുടെ നവനീത് തൊട്ടനുള്ള ഒരു പ്രസന്റ് അങ്കിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അങ്കിള് ഫ്ലൈറ്റിൽ വെളിയിൽ പോകുന്നുണ്ട് അടുത്ത ആഴ്ച പോകുമ്പോഴത്തേക്കും തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെ നിന്നൊരു സംഭവം ഞാൻ യാമിക്കുട്ടിക്ക് കൊണ്ടുവരും. ഓക്കെ, അപ്പൊ യാമിക്കുട്ടിയുടെ ഗിഫ്റ്റ് അപ്പൊ കൊണ്ടുവരാമേ. ഇപ്പൊ നവനീത് തൊട്ടിന്റെ കൊടുക്കട്ടെ. കൊണ്ടുവരട്ടെ. നവനീത് തൊട്ടാ ഇത് കണ്ടോ? യാമിക്കുട്ടി പിടിച്ചോ, രണ്ടുപേരുടെ അല്ലേ? പിടിച്ചോ. അത് പിന്നെ നോക്കാം. അത് പിന്നെ നോക്കാം. ഓടിക്കുന്നത് നമുക്ക് പിന്നെ പിടിച്ചോ. അവിടെ ഇപ്പോഴേ കൺട്രോൾ ചെയ്ത് തുടങ്ങി. യാമിക്കുട്ടി, അങ്കിൾ പറഞ്ഞില്ലേ യാമിക്കുട്ടിക്ക് ഒരു സംഭവം അങ്കിൾ കൊണ്ടുവരും കേട്ടോ. അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോ അങ്കിൾ ഒരു സംഭവം കൊണ്ടുവരും കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് മധുരമഴ കൊടുത്താലോ? കൊടുക്കാം. നവദമ്പതികൾക്ക് പോരട്ടകരെ ഒരു മധുരമഴ. എടുത്തു, രണ്ടുപേരും എടുത്തു. ഗുഡ് നൈറ്റ്, ബൈ. ഗുഡ് നൈറ്റ്, ബൈ. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം എല്ലാ ദിവസത്തെയും ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡ് പോലെ തന്നെ നമ്മൾ എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. നല്ല പാട്ടുകൾ കേട്ടു, ഒരുപാട് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അടുത്ത ദിവസവും വീണ്ടും നമ്മൾ ഇതേപോലെ ഒരു നല്ല എപ്പിസോഡുമായിട്ട് കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.